എടുത്ത് കിടക്കും അമ്മ ഇട്ടതല്ലാത്ത ദിവസം പോയി ചെറുതല്ലായിരുന്നു പിന്നെ അതിലൂടെ എടുത്താൽ മതി. മധുരമൊന്നും വേണ്ടാലോ അല്ലേ? കട്ടിയോ തരാന്ന് പറഞ്ഞു. ഇതുണ്ട് അഞ്ചാറ് കോരി ഇട്ടിരുന്നു. ഇതൊക്കെ വീട്ടിൽ ചെല്ലും ചെയ്യുന്നുടനെ ഇതൊന്നും കാണുന്നില്ലല്ലോ മുത്തേ മോനു. മമ്മ മോനോട് ഇതായിരുന്നു പരിപാടി. ചക്കയെല്ലാം കൊടുത്തു വെച്ചിട്ട് അമ്മമ്മയ്ക്ക് പണി കൊടുക്കും. ചക്ക വറക്കും. ഞാൻ വന്നപ്പോരോട് പറയാം ചുമ്മാ ഇരിക്കും ചക്ക അരിഞ്ഞു കൊടുക്കാൻ അമ്മമ്മ. നമുക്കിതുപോലെ കുറച്ച് ചക്കയും ചക്കപ്പൊടിയും കൊണ്ടുപോകാം. ഇപ്പൊ നമുക്ക് നാളെ ചീരയും ഉരുട്ടും എല്ലാം കൂടി ഇട്ട് അവിയലും. അവന് കൂടെ ഇഷ്ടമാണ്. കൂട്ടിട്ടുണ്ടോ? കൂട്ടിട്ടുണ്ടോ? ഓ പാരസെറ്റമോൾ അല്ല വേദനയുടെ. പെരി കൊണ്ട് എനിക്ക് വേണ്ട വേണേ കൊണ്ടുപോയി. ഒരു ദിവസം 10 വട്ടം കുളിക്കോ? പോയി തിരികെ. പ്രിയങ്ങളെ, അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നീ അത് അവിടെ വെച്ചേ. കുരുത്തക്കേട് കാണിച്ചിട്ട് അതിൽ നിന്നും രക്ഷപ്പെടാനുള്ള വിദഗ്ധമായ വഴിയാണ് ഈ കാണിക്കുന്നത്. ഇങ്ങനത്തെ കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ ഇതേ ചെയ്ത് രക്ഷപ്പെടാൻ തോന്നുന്നു കേട്ടോ. അല്ലെങ്കിൽ അടിയും കിട്ടി. പിന്നെ എന്റെ അടുക്ക നടക്കും. എല്ലാ അമ്മമാരും ഇതൊന്നും സഹിക്കത്തില്ല. അമ്മമ്മയുടെ അടുക്കൽ ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ. അതുകൊണ്ട് ഇത്രയും ചക്ക വറുത്ത് കൊടുത്തു വിട്ടു. ബാക്കി അമ്മ എടുക്കുന്ന അമ്മ അവിടെ ഇരുന്ന് നീ വിറച്ച് അത് അരിഞ്ഞെടുക്കണേ എത്ര നേരം എടുക്കും. പിന്നെ എന്താ പറയുന്നേ, ഞാൻ രാവിലെ നമ്മൾ കഴിഞ്ഞ ദിവസം മേടിച്ച കപ്പയുടെ ഒരു കപ്പ കിടപ്പുണ്ടായത്. അത് പുഴുങ്ങണമെന്നൊക്കെ കണ്ട് അമ്മയുടെ കൊടുത്തിട്ട് പോയി. മോനെ കൊണ്ട് നിന്ന് അവധിയായിരുന്നല്ലോ. അപ്പോൾ അവർ വൈകുന്നേരം ചായയോ എല്ലാം കുടിക്കുമ്പോൾ 4 മണിക്കത്തേക്ക് കഴിക്കട്ടെ എന്ന് ഓർത്തുകൊണ്ട് കപ്പയും 2-3 ചേമ്പ് കിടപ്പുണ്ടായിരുന്നു. അതെല്ലാം കൊടുത്തിട്ടാണ് പോയത്. അവരത് മാന്യമായിട്ട് വേവിച്ചു. പിന്നെ ഏതാണ്ട് മീനിൻ്റെ തല മേടിച്ച് തേങ്ങ അരച്ച് കറി വെച്ചു. മോനുകുട്ടൻ അമ്മമ്മയെ കൊണ്ട് ബ്ലേഡ് മീൻ മേടിപ്പിച്ചു. അത് വറുത്തു. അപ്പോൾ അതൊക്കെ തന്ന് വിട്ടിട്ടുണ്ട്. അപ്പോൾ അത്താഴത്തിന് ഇനി പ്രത്യേകിച്ച് ഒന്നും വെക്കുന്നില്ല. ഞാൻ ഇച്ചിരി കിളിമീൻ മേടിച്ചോണ്ട് വന്നു. വെട്ടിയാണ് മേടിച്ചത്. അതിനെ അങ്ങ് കഴുകി എടുത്ത് വെക്കാം. നാളെ നമുക്ക് കിളിമീൻ വറക്കാം. അയ്യോ, ചക്കക്കുരു എടുത്തുകൊണ്ട് വരണമെന്ന് ഓർത്ത്. നമുക്ക് നാളെ ചീര ഇച്ചിരി ഫ്രിഡ്ജിലിരിപ്പുണ്ട്. അതും ചക്കക്കുരുവും ചക്കയും കൂടെ അവിയൽ പോലെ വെക്കാൻ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. നോക്കാം, ഉണ്ടെങ്കിൽ എടുത്തുകൊണ്ട് വരാം. അല്ലെങ്കിൽ നമുക്ക് ചീര തോരൻ വെക്കാം. ചക്കക്കുരു ഇട്ടുകൊണ്ട് തോരൻ വെക്കാം. അങ്ങനെ വെക്കാം. പിന്നെന്താണ്, ഇന്ന് എൻ്റെ വീഡിയോസൊക്കെ കാണുന്ന 2 പേരെ കണ്ടു കേട്ടോ. അവർ 2 പേരും പെട്ടെന്ന് യാദൃച്ഛികമായിട്ട് വന്ന് കണ്ടതാണ്. ഞാനവിടെ ഉണ്ടെന്നോർത്ത് വന്നതല്ല. പക്ഷെ വന്നു കഴിഞ്ഞപ്പോൾ അമ്മക്കിളിയല്ലേ വീഡിയോ ചെയ്യുന്നതല്ലേ എന്നൊക്കെ ചോദിച്ച് മിണ്ടിയിട്ട് പോയി. ഒരാൾ പന്തളം ആ റൂട്ടിലാണ് കേട്ടോ. ഒരാൾ സ്ഥലം മറന്നുപോയി, പേരൊന്നും ചോദിച്ചില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ വന്ന് കണ്ട് മിണ്ടിയിട്ടൊക്കെ പോയി. പിന്നെന്താണ് പ്രിയങ്ങളെ, അപ്പം ഞാനൊന്ന് കുളിച്ച് ജപിച്ചിട്ടൊക്കെ വരാം. ഇന്ന് പറ്റുന്നെങ്കിൽ ഇന്നലത്തെ പോലെ കുറച്ച് കമൻറ്റുകൾ വായിക്കാം. മുഴുവൻ കമൻറ്റുകളും വായിക്കുമ്പോഴത്തേക്ക് വീഡിയോയുടെ ലെങ്ത് കൂടും. അതുകൊണ്ട് കുറേശ്ശെ വായിക്കാം കേട്ടോ. എന്നിട്ട് പറ്റുന്നെങ്കിൽ നാളെ ലൈവ് വരാം. വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ പോസ്റ്റ് ഇടാം കേട്ടോ. ഈ പരിജ്ഞാനം എനിക്ക് അത്യത്ഭുതമാകുന്നു. അതെനിക്ക് ഗ്രഹിച്ചുകൂടാതെ വണ്ണം ഉന്നതമായിരിക്കുന്നു. നിന്റെ ആത്മാവിനെ ഒളിച്ച് ഞാൻ എവിടേക്ക് പോകും? തിരുസന്നിധി വിട്ട് ഞാൻ എവിടേക്ക് ഓടും? ഞാൻ സ്വർഗത്തിൽ കയറിയാൽ നീ അവിടെയുണ്ട്. പാതാളത്തിൽ എൻ്റെ കിടക്ക വിരിച്ചാൽ നീ അവിടെയുണ്ട്. ഞാൻ ഉഷസ്സിൻ്റെ ചിറക് ധരിച്ച് സമുദ്രത്തിൻ്റെ അറ്റത്ത് ചെന്ന് പാർത്താൽ അവിടെയും നിന്റെ കൈ എന്നെ നടത്തും.
നിന്റെ വലം കൈ എന്നെ പിടിക്കും. പുളിയും ചെറുതൊക്കെ കഴിഞ്ഞു. ചോറിന് ചൂടാക്കാൻ വെക്കാം. എന്നിട്ട് കമൻറ്റ് വായിക്കുന്നതിന് മുമ്പ് എനിക്ക് 2 പേരെ വിളിക്കാനുണ്ട്. കുറേ ദിവസം കൊണ്ട് ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്ന 2 പേരാണ്. വിളിക്കണമെന്ന് പറഞ്ഞിട്ട് നമ്പറൊക്കെ എനിക്ക് അയച്ചു തന്നു. ഞാൻ അവരെ ഒന്ന് വിളിക്കാൻ പോവാണ്. വിളിച്ച് സംസാരിക്കുന്നത് പബ്ലിക് ആക്കുന്നത് അവർക്ക് ഇഷ്ടക്കേടൊന്നും ഇല്ലെങ്കിൽ ഞാൻ വീഡിയോയിൽ ആഡ് ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ അത് കട്ട് ചെയ്യും. ഓക്കെ, വിളിച്ച് നോക്കാം. അപ്പോൾ ഞാൻ നമ്പർ എടുക്കട്ടെ. ഞാൻ ഇതുവരെ സേവ് ചെയ്തില്ല. സേവ് ചെയ്ത് വെച്ചാൽ ഏത് പേരിലാണ് സേവ് ചെയ്തിരിക്കുന്നതെന്ന് ഞാൻ മറന്നുപോകും. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇതിനകത്ത് കിടക്കട്ടെ, എന്നിട്ട് വിളിക്കാം നേരത്തെ എടുക്കാമെന്ന് വിചാരിച്ചു. അടിച്ചിട്ടുണ്ട്, ഞാൻ കോൾ ചെയ്ത് നോക്കട്ടെ. ഹലോ, ആൽബിൻ ഉണ്ടോ? ആൽബിൻ്റെ കൊടുക്കാവോ? ആൽബിനാണോ? ആരാന്ന് മനസ്സിലായോ? ആരോടേലും വിളിക്കാൻ പറഞ്ഞായിരുന്നോ? ഹലോ, അമ്മയ്ക്ക് മനസ്സിലായോ? എനിക്ക് മനസ്സിലായി, സൗണ്ട് കേട്ടപ്പോ. ഞാൻ സേവ് ചെയ്യാത്തൊരു നമ്പറാണ് കാണാൻ പറ്റുന്നത്. സേവ് ചെയ്യാത്തൊരു നമ്പർ കേട്ടപ്പോ ഞാൻ ഇങ്ങനെ പറയുമായിരുന്നു, അയ്യോ ആരെയാണോ ഞാൻ അവരെ കുറച്ച് അമ്മക്കടെ അമ്മയെ അവര് കാണാൻ പറ്റും. എന്നിട്ട് അത് വിളിക്കാമെന്ന് പറഞ്ഞോണ്ട് മെസ്സേജ് ഇട്ടേ. ആണെങ്കിലും ഇവിടെ ഭയങ്കര സങ്കടമൊക്കെ ആയിരുന്നു. അവനിങ്ങനെ സിനിമ ഇരുന്ന് കാണുമായിരുന്നേ. പിടിപ്പിച്ചിട്ട് ഞാൻ കണ്ടു തുടങ്ങി. അപ്പോഴും നിങ്ങൾ വീട് മാറി എന്നു ജോബ് വീട്ടിൽ എഴുതിട്ട് എന്നോട് പറഞ്ഞു, ഞാൻ അന്ന് രാത്രി കണ്ടില്ല, കണ്ടില്ല. അമ്മക്ക് വീട് മാറാൻ പോകുന്ന സങ്കടം. അങ്ങനെ അവൻ തന്നെ സ്ക്രീൻഷോട്ട് ഏതിനോ തപ്പി പിടിച്ചു വരുന്ന ഒരു നമ്പര് നെക്സ്റ്റിന്റെ തോന്നുന്നു. അങ്ങനെ അങ്ങനെ പിന്നെ എനിക്ക് ഇൻസ്റ്റ യൂസ് ചെയ്യാൻ അറിയത്തില്ല. അങ്ങനെ അതിനകത്ത് ആ നമ്പക്കടിയാണോ എഴുതിയിട്ട് അവരെ അറിയത് വന്നപ്പോൾ പറഞ്ഞു, ഞാൻ ഇല്ല, അതെ ആ നമ്പർ തന്നെ. അങ്ങനെ ഇപ്പൊ പറഞ്ഞപ്പോ നാണോ അവനെ തീയതി എന്റെ അമ്മ അവന്റെ തമാശയൊക്കെ കെട്ട് ഞാൻ മുമ്പോട്ടുള്ള ഒരു ജീവിതം വരെ ആദ്യം എങ്ങനെങ്കിലും മരിക്കണം, രണ്ട് കുഴപ്പം വേണ്ടി കൂടെ പോകാന്നുള്ള ചിന്തയായിരുന്നു. ഇവനിങ്ങനെ മരിക്കാൻ പ്രകൃതം എല്ലാരുമായിട്ട് അവന്റെ തമാശകൾ കേട്ട് കേട്ട് ഞാൻ ഇങ്ങനെ ഇരിക്കുന്നു. അതാ ദൈവം നമുക്കായിട്ട് ഒരുക്കി വെക്കുമല്ലോ ഓരോന്നും. ഓക്കെ, ശരിയാ. ആൽബിന് നാണമായിപ്പോയി. ഞാൻ വിളിച്ചു കഴിഞ്ഞപ്പോൾ +1 പഠിക്കുവാണ് കേട്ടോ. ആൽബിനാണ് എനിക്ക് കുറച്ച് ദിവസം കൊണ്ട് മെസ്സേജ് ഇട്ടത്. അപ്പം നമ്മുടെ നെസ്റ്റിലെ നമ്പർ എടുത്തിട്ട് അമ്മയോട് പറഞ്ഞു ആൽബിൻ മെസ്സേജ് ഇട്ട കാര്യം ഒന്ന് പറയാൻ. അപ്പോൾ ആ മെസ്സേജ് ഞാൻ കുറേ ദിവസങ്ങൾക്ക് ശേഷം കണ്ടത്. അതുപോലെ വേറൊരാളും കൂടെ ഇനിയും വിളിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊന്ന് കണ്ടുപിടിക്കട്ടെ. അതുകൊണ്ട് ഇന്ന് ഇനിയും കമൻറ്റ് വായിക്കാൻ സമയമില്ല കേട്ടോ പ്രിയങ്ങളെ, അടുത്ത ദിവസമാട്ടെ. ഹലോ, അപ്പൊ ഞാൻ ആദ്യം തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. പിന്നെ മോനിക്കുട്ടൻ നല്ല ഭംഗിയാണ് കാണാൻ. എന്റെ മോനും ഇങ്ങനെയായിരുന്നു, വെറുതെ മൂത്ത മോൻ ഉരുണ്ട് തച്ച് ഒരാളായിരുന്നു. പൊന്നോ, ഉറങ്ങിയോ? വാ കഴിക്കാം. കമന്റ് വായിക്കാൻ പറ്റിയില്ല പ്രിയങ്ങളെ. രണ്ടാമത്തെ കോള് കുറച്ച് മണിക്കൂറും ദൈർഘ്യമുള്ള കോളായിരുന്നു. കാരണം കുറേ പറയാനുണ്ടായിരുന്നു ആ ചേച്ചിക്ക്. അപ്പൊ ചേച്ചിയുടെ കാര്യങ്ങളൊക്കെ കേട്ട് ഞാൻ ഇങ്ങനെ ഇരുന്ന് പിന്നെ അതുകൊണ്ട് കുറെ നേരം താമസിച്ച് നമ്മൾ ഇന്ന് അത്താഴം വിളമ്പാൻ. മോനിക്കുട്ടൻ അത്താഴം വിളമ്പുവാണ്. എനിക്കുള്ളത് വിളമ്പണം. മോനിക്കുട്ടൻ അമ്മമ്മയെ കൊണ്ട് ബ്ലേഡുമീൻ മേടിപ്പിച്ച് അത് വറക്കാൻ പറഞ്ഞു. അമ്മമ്മ അത് വലിയ ബ്ലേഡ് ആയതുകൊണ്ട് 2ആയിട്ട് മുറിച്ചു. അതിനവിടെ ഭയങ്കര കലാപമായിരുന്നു അമ്മമ്മയോട്. എന്തിനു മുറിച്ചു?
എടുത്തോണ്ട് മാറി. അതിനുള്ള തവിയല്ലേ അവിടെ ഇരുന്നത്. അമ്മയല്ലേ വാങ്ങി എടുത്തോളെ. വെക്കാൻ പറ്റൂല മീന്. കഴിച്ചിട്ട് വരും കേട്ടാ. മറ്റൊരു കോളിൽ തിരക്കിലാണ്. ഓ മറ്റൊരു കോളിൽ തിരക്ക്. അല്ലെങ്കിൽ ദയവായി അല്പ ഹലോ, എന്തെടുക്കുവാ? പിന്നെ കഴിക്കാൻ പോകുന്നേ ഉള്ളക്കളെ. ചോറ്. തന്നെ ഉള്ളോ? റൂമിൽ ചെന്നിട്ട് വിളി. കൂട്ടാൻ ഇന്ന് അമ്മമ്മ മീൻകറി പിന്നെ എന്തുവാ മീൻ വറുത്തതും ഒക്കെ തന്നു. ശരി. ചോറും കപ്പയും വിളമ്പി. കപ്പ മാത്രമല്ല ആ ചേമ്പും അമ്മ അതിൻ്റെ കൂടെ ഇട്ട് വേവിച്ച് കേട്ടോ. ഇനി നമുക്ക് മീൻകറി ഒഴിക്കട്ടെ. അതേതോ മീനിൻ്റെ തലഭാഗം വാങ്ങിച്ച് തേങ്ങ അരച്ച് കറി വെച്ചതാണ്. ചീമപ്പുളിയൊക്കെ ഇട്ട്. ഇച്ചിരി ചാറും കൂടെ എടുത്തു. പിന്നെ ഇതേ മീൻ വറുത്തത് ഒരെണ്ണം എടുത്തേ ഞാൻ. അപ്പം എൻ്റെ പ്രിയപ്പെട്ടവർ എന്നെ സപ്പോർട്ട് ചെയ്യുന്നതിന് ഒരുപാട് സ്നേഹം അറിയിക്കുന്നു. അപ്പം നമുക്കിനി നാളെ കാണാം. ഇന്നൊരു കൊച്ചു മഴയൊക്കെ പെയ്തു, അതുകൊണ്ട് തണുപ്പ് കൂടുതലാണ് ഇവിടെ. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരോടെല്ലാം വീണ്ടും സ്നേഹം. നാളെ കാണാം കേട്ടോ. ടാറ്റ. ഓക്കെ, ബൈ ബൈ, സി യു. കൊച്ചു കൊച്ചു വീട്ടുവിശേഷങ്ങളുമായി വീണ്ടും കാണാമേ.